കായൽ തീരം അവിടെ കാറ്റുകൊള്ളുന്ന അതെ എന്തെങ്കിലും വീട്ടു സാധനങ്ങൾ വല്ലതും വാങ്ങിക്കണമെങ്കിൽ പറഞ്ഞോ. 2 ദിവസത്തേക്കുള്ള ഇരിപ്പുണ്ട്. അത് മതി. പിന്നെ ഏട്ടാ അമ്മയ്ക്ക് തീരെ വയ്യല്ലോ. എന്താ അമ്മയ്ക്ക്? അമ്മ എണീറ്റിട്ടില്ല. ഓ അത് ഈ മഞ്ഞ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ്. അല്ല, എന്ത് വയ്യാകെ ഉണ്ടെങ്കിലും രാവിലെ അടുക്കളയിലേക്ക് വരുന്നതാണ്. ഇന്ന് വന്നിട്ടില്ല. ഒന്നുമില്ലാന്ന്, ഒരു കുഴപ്പമില്ല. നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോവാന്ന്. ഞാനിപ്പോ ഈ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അമ്മയായിട്ട് ആശുപത്രി പോണോ? അല്ല പറ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോയാലോ? ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് പോവാം. എന്തായാലും ഏട്ടനൊന്നും പോയി നോക്ക്. അതേ വല്ലാതെ പുന്നാരിക്കാൻ നിൽക്കണ്ട. ഇതിപ്പോൾ ഈ വയസ്സുകാലാകുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന സംഭവമാണ്. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ഇടക്കിടക്കിനെയാണ്. എന്താണ് അസുഖം? അസുഖമെന്ന് വെച്ചാൽ ഈ വശത്തെ ഈ വേദന അങ്ങ് താഴോട്ട് വന്ന് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വശത്തോട്ടും കൂടെ ആയി. ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ വയ്യ. എന്റെ അമ്മ, ഇതൊന്നും ഒരു അസുഖേ അല്ല, ഇതേ നീർക്കിട്ടിയതാണ്. മക്കളെ അതിന് എന്തെല്ലാം തൈലം ഇട്ട്, കൊട്ടൻ ചുക്കാതി, ധാന്യന്തരം ഇല്ലാത്ത മരുന്നുകൾ എത്ര ഇട്ട് അവള്. ഞാനല്ല, ഗ്യാസ് കയറിയിരിക്കുന്നു. അവളുണ്ട് ഇതെല്ലാം കൂടെ എടുത്ത് കമുത്തും. ഗ്യാസ് ഒന്നും പറഞ്ഞ് അവള് കൊണ്ടുവന്നു. അത് അത്രയും ഞാൻ കുടിച്ചു. ഗ്യാസും അല്ല, ഒന്നുമല്ല. അതെ അമ്മ, അമ്മയൊക്കെ കൂടുതൽ അസുഖമുണ്ട്. എനിക്ക് തീരെ വയ്യെന്നും പറഞ്ഞ് ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആര് പണിക്ക് പോകും? എന്റെ മുന്നു മോനെ, നിന്റെ പ്രായവും എന്റെ പ്രായവും ഒന്ന് നോക്കണം. നിന്റെ പ്രായത്തിൽ ഞാൻ കുതിരയെ പോലെ ഞാൻ ചാടി നടക്കുമായിരുന്നു. ആ തൈലം എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് പെരട്ടി കൊടുക്കുക, അത്രയും മതി. നീ എന്നെ വല്ല ധർമാശുപത്രിയിലും കൊണ്ടുപോയിട്ടാ മതി. എനിക്ക് അമ്മ ധർമാശുപത്രിയിൽ കിടക്കാൻ സ്ഥലമില്ല. ചെയ്ത് കൊടുക്കും, അതാ നല്ലത്. എല്ലാം ചെയ്ത്. അമ്മ, ഞാൻ കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ, എനിക്ക് വയ്യ മക്കളെ, എനിക്ക് ഇറങ്ങുന്നില്ല. വേദന തിന്ന് തിന്ന് ഞാൻ ചത്തുപോകത്തേയുള്ളത്. എന്തോ ഒരു വേദന. ഉള്ളിനകത്ത് വല്ലതുമാണോ ഒന്നും അറിയാൻ വയ്യ. കുറച്ച് എണ്ണ ഇട്ട് തിരുമ്പി തരാന്ന്. മക്കൾ കണ്ട എണ്ണ അത്രയും ഞാൻ ഇട്ടില്ലേ. ഇനി എന്തോന്ന് എണ്ണയാണ് ഇനി ഇടാനുള്ളത്? എന്നെ നല്ലതുപോലെ ഒന്ന് കൊണ്ടുപോയി നീ ഒന്ന് പരിശോധിപ്പിക്ക്. ഏട്ടൻ വന്നിട്ട് വൈകിട്ട് നമുക്ക് പോവാം കേട്ടോ. ഞാനൊരു കാര്യം ചെയ്ത് എഴുതി തരാം. ഇന്നെ ഗ്ലാസ് വാങ്ങിച്ചോളൂ, അത് നല്ലത്. ഇതിപ്പോ 12, 12, 9, 12, 9 3 പാളി, 3 ഇത് വെച്ച് 3 × 30, 30 പാളി വരില്ലേ? 30 പാളി വരുമ്പോൾ 90. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു 90 ഗ്ലാസ് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചോളേ കേട്ടോ. ഇതിൽ 90. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 90 കൂടെ ഒരു 10 കൂടെ കൂട്ടിക്കോ, 100 ആക്കിക്കോ. 90 മതി നമുക്ക്. ഇനി അഥവാ എങ്ങനെ തട്ടുമുട്ട എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇല്ല, നമുക്ക് വേണമെങ്കിൽ കടയിലേക്ക് തിരിച്ചു കൊടുക്കാലോ. അത് കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല കേട്ടോളേ. അപ്പം അത് വാങ്ങിക്കുക. പിന്നെ അതിൻ്റെ വിജാഗിരിയും വാങ്ങിക്കണം. വിജാഗിരി അതിൻ്റെ എണ്ണം നോക്കിയിട്ട് അത് അവരെടുത്ത് തരും. ഇത്ര എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. സ്ക്രൂ വേണം, ഒരു 3 പാക്കറ്റ്. സ്ക്രൂ ഉണ്ടടാ അതിൽ? ഇല്ല, അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം എന്നാൽ സ്ക്രൂവും വാങ്ങിക്കണം. അത് ഒന്നിൻ്റെ വാങ്ങിച്ചാൽ മതി കേട്ടോളേ. ഒന്ന് വാങ്ങിക്കുക. പിന്നെ നീ വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എത്രയും പെട്ടെന്ന് വാങ്ങിക്കേ. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ഇട്ട് തീർക്കാം. വാങ്ങിച്ചോളേ. എന്താടേ എന്താണ് അമ്മയ്ക്ക്? എടി, അതിന് മാത്രമുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ലാന്ന്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആ തൈലോ കുഴമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് ആ കാലിൻ്റെ മുട്ടിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ പോരെ? കാലിൻ്റെ മുട്ടിനല്ലേ? ഇനിയിപ്പോൾ എവിടെയാണ് വേദന? എടുപ്പിനോ? എന്നാ പിന്നെ എടുപ്പിലത് തേച്ച് കൊടുക്ക് നീ. ഞാനിതാ ഇപ്പൊ പണി തുടങ്ങണേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് നിർത്തി ഞാൻ അങ്ങോട്ട് വരണോ? വല്ലാത്തൊരു കഷ്ടമാണിത്.
കരയേ ആ എന്നാ ശരി ഞാൻ വരാം അതെ മല്ലിക വിളിച്ച അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന്. എന്താണ് ഏട്ടാ? എന്താ അറിയില്ല, കാലിന്റെ മുട്ടിൽ വേദന തണ്ടൽ വേദന എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് വീട് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യും, നീ ആ ഗ്ലാസ് കൊണ്ടുവന്നാ കിട്ടോ കേട്ടോ. ഞാൻ പോയിട്ട് വരാം. ആള് കൊണ്ടുവന്നിട്ട് അത് ആ കിട്ടോ. മറ്റേ അത് ശരിയാക്കും. ആ തീരെ വയ്യ റസിയ. ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടാ കൂടി ആസ്പത്രി കൊണ്ടുപോവാ. അയ്യോ അല്ല അപ്പൊ കുട്ടികൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ എന്താ ചെയ്യാ? വാസുട്ടിയുടെ പണിക്ക് പോയതല്ലേ, മൂപ്പരിപ്പോ വരുമോ? ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ഈ എന്തായാലും വേഗം ഒരുങ്ങി, ഇനി മൂപ്പര് വന്നില്ലെങ്കിൽ ഞാൻ കൂടെ വരാം. എന്താണ് ആ ഏട്ടാ ഒന്ന് വേഗം വന്നേ. അമ്മയ്ക്ക് തീരെ വയ്യാട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടോ. നീ അപ്പൊ തൈലൊക്കെ ഇട്ട് കൊടുത്തില്ലേ? അയ്യോ ഏട്ടാ തൈലത്തിലൊന്നും നിക്കത്തില്ല, അമ്മയ്ക്ക് നല്ല വേദനയുണ്ട്. നിങ്ങൾ പരീക്ഷണത്തിന് നിൽക്കണ്ട, ആസ്പത്രിയിലേക്ക് കൊണ്ടുപോ. ഇതൊരു കഷ്ടമാണ്. ഞാൻ ആ പണിയൊക്കെ അവിടെ നിർത്തി പോകുന്നതാണ്. അതെ പൈസ എടുത്തില്ല. പൈസന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, ഞാൻ അക്കൻ്റെ കൊടുത്തു വിട്ടോളാം. വേഗം പുറപ്പെടേ. എന്നാ പിന്നെ അമ്മേനെ വേഗം റെഡിയാക്ക്. ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിക്കട്ടെ. ആ ചെല്ലി.